നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ചില സ്ഥലത്ത് 100, ചില സ്ഥലത്ത് 80, ചില സ്ഥലത്ത് 90. ഇപ്പൊ 70 കുറഞ്ഞ ഒരു സ്ഥലത്തും ഇല്ല. ഇപ്പൊ അത് ചോദിക്കാനും പറയാനൊന്നും ആളില്ലല്ലോ. അതാണ് വിഷയം. 110, 120, 130 രണ്ട് ചായക്ക് ഒരു കടിക്കും. പിന്നെ ആദ്യം കഴിച്ചപ്പോ അവിടെ 80 രൂപയായിരുന്നു, ഇപ്പൊ അവര് 100 രൂപയ്ക്ക്. അപ്പൊ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല, കാരണം എന്റെ 80 രൂപ എണ്ണിപ്പറക്കാ വെച്ചേക്കണേ. കോമൺ ആയിട്ട് ഒരു നിയമം കൊണ്ടുവരണം. പലയിടത്തും പല റേറ്റ് എന്ന് പറഞ്ഞാല് നമുക്കത് ചിലയിടത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് റേറ്റ് കൂടുതലാണെങ്കിലും നമ്മൾ അവിടെ കയറി കഴിക്കും. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിലാണ്. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലവർധനവ് സാധാരണക്കാരനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെ വിലവർധനവ് മാത്രമല്ല, ഒരേ ഭക്ഷണത്തിന് പല സ്ഥാപനങ്ങളിൽ, പല കടകളിൽ പല വിലയാകുന്നതും സാധാരണക്കാരന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു ഏകീകൃത വില നിലവാരത്തിന്റെ ആവശ്യം ഉണ്ടോ? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഞാൻ രാവിലെ ഉച്ചയ്ക്കൊക്കെ പുറത്തുനിന്നാ ഊണ് കഴിക്കണം, വീട്ടിൽ നിന്നുമില്ല. അപ്പം നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ചില സ്ഥലത്ത് 100, ചില സ്ഥലത്ത് 80, ചില സ്ഥലത്ത് 90. ഇപ്പൊ 70 കുറഞ്ഞ ഒരു സ്ഥലത്തും ഇല്ല. 70 ആണ് മിനിമം ഒരു സാധാരണ ഊണിന്. സാധാരണ ഊണെന്ന് പറയുമ്പോൾ ഒരു വൃത്തിയും മെനയിലുള്ള ഭക്ഷണവും അല്ല ഇപ്പൊ അവർ തന്നുകൊണ്ടിരിക്കണം. ചുമ്മാ വേറെ ഓർഡിനറി ചോറും സാമ്പാറും ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മൾ കഴിച്ചിട്ട് പോകും. നമുക്ക് വണ്ടി പ്രസ്ഥാനമാണല്ല, നമുക്ക് എന്തെങ്കിലും ഉച്ച വിശപ്പ് കിടണമല്ല, ആ രീതിയിൽ നമ്മൾ കഴിക്കും പോകും. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈ വിലക്കയറ്റം കൊണ്ട് ഓട്ടം വളരെ കുറവ്. ഓൺലൈൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടം കുറവ്, ബുദ്ധിമുട്ടുണ്ട്. ഫുഡ് ഇപ്പൊ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മള് ഈ ഡെയിലി ശമ്പളം അല്ലെങ്കിൽ ഇങ്ങനെ വീക്കിലി, ഞാൻ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം രാവിലെ ഇപ്പൊ വീട്ടിൽ നിന്ന് വരുന്നാലും ചിലപ്പോ സമയത്ത് ഫുഡ് എടുക്കാൻ പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോയി കഴിക്കുന്നത് അഫോർഡബിൾ അല്ല. ആസ് എ സ്റ്റുഡന്റ് എന്നതിലേക്ക് എനിക്ക് അഫോർഡബിൾ അല്ല, ഒട്ടും അല്ല. കുറച്ചാൾ ഇപ്പൊ വേറെ അവിടെ പല കടയിൽ ഇപ്പൊ കഞ്ഞി കിട്ടും. കഞ്ഞി ഭക്ഷണം 60 രൂപ. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു കടയിൽ പോയിട്ട് ഞാൻ ആദ്യം കഴിച്ചപ്പോ അവിടെ 80 രൂപയായിരുന്നു, ഇപ്പൊ അവര് 100 രൂപയ്ക്ക്. അപ്പൊ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല, കാരണം എന്റെ 80 രൂപ എണ്ണിപ്പറക്കാ വെച്ചേക്കണേ. അതൊരു വിഷയമാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രശ്നമുണ്ട് അല്ലേ? അതനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുന്നില്ലല്ലോ. അതെ അതെ അല്ലെ? ഭക്ഷണത്തിന്റെ വില കൂടുന്നുണ്ട്, ആരുടെ ശമ്പളത്തിൽ വലിയ വർധനമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതിനകത്തൊരു ഏകീകരണം ആവശ്യമുണ്ട് അല്ലേ? ഒരേ ഭക്ഷണത്തിന് പല കടകളിൽ പല വിലയാണ്. അവർക്ക് ഇഷ്ടമുള്ള വിലയാണ് അവിടെ വരുന്നത്. ഒരു സാധാരണക്കാരൻ എന്ത് പ്രതീക്ഷ പോയി ഭക്ഷണം കഴിക്കും? ഇപ്പൊ അത് ചോദിക്കാനും പറയാനൊന്നും ആളില്ലല്ലോ. അതാണ് വിഷയം. കാരണം ഇപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഒരു ഏകീകൃത വില ഉണ്ടാവേണ്ട കാര്യമുണ്ട് അല്ലേ? ചായക്ക് തന്നെ ആലോചിച്ചു, ചായക്കിന് 12, 10, 15, 25 വരെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊരു ഏകീകൃത സ്വഭാവം ഇല്ല. അഥവാ അത് ചേട്ടൻ പറഞ്ഞ പോലെ ചോദിക്കാൻ പറയാനും ഒന്നും ആരുമില്ല. എന്ത് വേണമെങ്കിലും അവർക്ക് തോന്നിയ പോലെ വില വർദ്ധിപ്പിക്കാം അല്ലെ? ഒരു സാധനത്തിന് വില അവർക്ക് ഇഷ്ടമുള്ളതിനിടുന്നു. അതെ, ഇപ്പൊ ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നു, ഇതിനൊരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. 50 രൂപ. ഇതിന് കൊടുക്കാനും പറ്റില്ല, കുറച്ച് കൊടുക്കാനും പറ്റില്ല. പക്ഷെ ഒരു ഹോട്ടലിൽ ചെന്ന് കയറി അങ്ങനെയല്ല. ഞാനൊരു ചായ ചിലടത്ത് 15 രൂപ, ചിലടത്ത് 20 രൂപ, ചിലടത്ത് 18 രൂപ ചായക്കൊക്കെയാണ്. ഒരു നിസ്സാര ചെറിയ സംസ്ഥയ്ക്ക് വരെ 20 രൂപയാണ്. അത് 12 രൂപ കടന്നതായിരുന്നു, ഇപ്പൊ 20 രൂപയായി. ഒരു മുന്നറിയിപ്പില്ല, കൂട്ടും ഇല്ല. നമുക്കിപ്പോ ഓടിപ്പോയി മുമ്പ് 2 പേര് ചായ കുടിച്ചു കഴിഞ്ഞാൽ 40 രൂപ കളയായിരുന്നു. ഇപ്പൊ 110, 120, 130 രൂപ 2 പേര് ചായ നിസ്സാര ചായക്ക് ഒരു കടിക്കും. അതെ, ഇതുപോലെ ചായ, ഊണ് എല്ലാ കാര്യത്തിലും ഈ ഇഷ്ടമുള്ള പോലെ വില കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അത് കുറച്ച് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. ഗ്യാസിന്റെ ഗ്യാസിന് വില കൂടുതലാണ്. പക്ഷെ അതിനനുസരിച്ച് കുറച്ച് വിലയിൽ കുറച്ചുകൂടെ സാധാരണക്കാർക്ക് വില കുറയ്ക്കണം. ഗ്യാസിന് വില കൂടുമ്പോ ഇതിന് വില കൂടും, പക്ഷെ ഗ്യാസിന് വില കുറയുമ്പോ കുറയാറില്ലല്ലോ. അതാ ഇതുവരെ ഗ്യാസിന് കുറഞ്ഞാൽ അവർ പറഞ്ഞു കേട്ടില്ല. എപ്പോൾ മുമ്പ് ഗ്യാസിന് വില കൂടിയപ്പോ എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്, പക്ഷെ ഗ്യാസിന് വില കുറഞ്ഞപ്പോ ഇതിനൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഉത്തരം ഇതാണ്, ഗ്യാസിന് 3500 രൂപയാണ് ഗ്യാസിന്, ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ ഭക്ഷണം കുറയ്ക്കാൻ തന്നെ വേറെ മാർഗമല്ല, ചായ കുടിക്കുന്ന കുറയ്ക്കണം, ഭക്ഷണം കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഗവൺമെന്റ് അത് കാര്യക്ഷമമായി ഇടപെടണം. ഒരു ഏകീകരണം ഉണ്ടാവണം. അടുത്തടുത്ത കടകളിൽ തന്നെ പല വിലയാണ് ഭക്ഷണത്തിന് അല്ലേ? ഇത് സാധാരണക്കാരനെ വല്ല ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? കാരണം പല സാധനങ്ങൾക്കും പല വില. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മള് ഗ്യാസിന്റെ വില കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവര് അത് പറഞ്ഞിട്ടാണ് അവര് വില കയറ്റുന്നത്. ഗ്യാസിന്റെ വില കുറയുകയാണെങ്കിൽ. പക്ഷേ മുൻപും ഗ്യാസിന്റെ വില കൂടുമ്പോൾ എല്ലാം ഭക്ഷണത്തിന്റെ വില കൂടിയിട്ടുണ്ട്. പക്ഷെ ഗ്യാസിന്റെ വില കുറഞ്ഞപ്പോഴൊന്നും ഭക്ഷണത്തിന്റെ വില കുറഞ്ഞിട്ടില്ല. അത് ഓരോരോ സാഹചര്യങ്ങളനുസരിച്ച്. എന്നിട്ട് ആ വില എവിടെ കൂടി നിൽക്കുന്നോ അവിടെ തന്നെ തുടരുകയും അടുത്ത തവണ ഗ്യാസിന്റെ വില കൂടുമ്പോൾ വീണ്ടും കൂടുക ചെയ്യുന്നത്. ഈ ഗ്യാസിന്റെ വില താഴോട്ട് വരുമ്പോൾ ഒരിക്കലും ഇപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നോക്കുക, താഴോട്ട് വരാറില്ല, മുകളിട്ട് പോകാറേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ഏകീകൃത നിയമം കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. കോമൺ ആയിട്ട് ഒരു നിയമം കൊണ്ടുവരണം. നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഏകീകരണം എന്ന് പറഞ്ഞാൽ പല റേറ്റുമാണ്. 15, 14, 12. ഇപ്പം ചായ എടുക്കുക 10 രൂപയ്ക്ക് 20, 12 രൂപയ്ക്ക്, 15 രൂപയ്ക്ക്, 20 രൂപയ്ക്ക്. ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു നിമിഷം കൊണ്ടൊരു വില വർദ്ധിച്ചാൽ അപ്പം തന്നെ വില കൂടും. പിന്നെ അതൊരിക്കലും താഴോട്ട് പോകാറില്ല. അത് കാലാകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടില്ല. മുകളിലേക്ക് പോകുന്നല്ല, താഴേക്ക് വരില്ല. ഇനിയിപ്പോൾ ഗ്യാസിന് വില കുറഞ്ഞാലും അത് സാധനത്തിന്റെ വില കുറയില്ല. അപ്പൊ ആ ഒരു സംവിധാനം ഒരു നിയമം ഉണ്ടാവും. ഒരു പക്ഷേ നടപ്പിലാക്കാൻ എല്ലാ സംഭവങ്ങളും അതാ നടപ്പിലാക്കാൻ ജനങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ട ആളുകളോ മെനക്കെട്ടാൽ ഈ കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. പിടിച്ചെടുത്താൽ കഴിയും സാധാരണക്കാർക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ റോഡിൽ പിന്നെ ഇന്ത്യയിൽ മറ്റേ കുട്ടികളോ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ഈ പൈസ കിട്ടുന്നതാണ്. അപ്പൊ ഈ സ്ഥിതി എന്താ വെച്ചാൽ എത്ര ആയാലും ആള് കൊടുക്കും. ആരോ ഒരു കുറച്ച് ചെയ്തരും അല്ല എന്താ കൂടും. അപ്പോൾ ഒരു കാര്യം ഗ്യാസിന് കൂടി വില കൂടി അത് കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അതാണ് ശക്തമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ ഉപഭോക്തൃ സംഘങ്ങളൊക്കെ ഇതിന് അനുകൂലമാണ്. പക്ഷെ അത് ഏത് ഒരു വൈകീകരണം നല്ലതാണെന്നുള്ള അഭിപ്രായം. ഓരോ സ്ഥലത്തും ചായ 10 രൂപ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 15 കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 20 കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചായ മാത്രമല്ല, ഏത് ഹോട്ടലിൽ കയറി എന്ത് ഭക്ഷണത്തിന്റെയും വില, ഭക്ഷണത്തിന്റെ മാത്രമല്ല എല്ലാ നിത്യോപസാധനങ്ങളുടെയും വില കൂടിയിരിക്കും. ഒരേ സാധനത്തിന് പല സ്ഥലങ്ങളിൽ പല വിലയാണ്. അതുപോലെ ജനങ്ങൾക്ക് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ വിലയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത സ്വഭാവം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഇവിടെ അതിന് നിയമം ഇല്ലാത്തതുകൊണ്ടല്ല, നിയമത്തിന് ക്ഷാമമില്ല. ഇവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിലാണ്. നടപ്പിലാക്കാത്തതുകൊണ്ടല്ലേ കാര്യം. അതാണ്. ഇപ്പം നമ്മളൊരു രാവിലെ ഇന്നിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നാളെ എനിക്ക് ഇതേ 100 രൂപ കൊണ്ട് വേറെ കടയിൽ കയറാൻ കഴിയില്ല. അവിടെ ചിലപ്പോൾ 150 ആയിപ്പോയി ഞാൻ പെട്ടുപോയി. പറ്റിയല്ല അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും. പലയിടത്തും പല റേറ്റ് എന്ന് പറഞ്ഞാല് നമുക്കത് ചിലയിടത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് റേറ്റ് കൂടുതലാണെങ്കിലും നമ്മൾ അവിടെ കയറി കഴിക്കും. പക്ഷെ ചിലയിടത്ത് നമുക്ക് ആ സെയിം ഇത് തന്നെ ഇപ്പൊ ദോശ ആയിക്കോട്ടെ, ചായ ആയിക്കോട്ടെ, ഒരു കോഫി ആയിക്കോട്ടെ, വേറെ ഇടത്താണെങ്കിൽ റേറ്റ് ഇത്രയും കുറവാണെങ്കിലും പക്ഷെ അതിലത്ര ഇത് വരില്ല, ടേസ്റ്റ് വരില്ല. ചിലയിടത്ത് റേറ്റ് മാത്രമേ കൂടുതലുള്ളൂ. അതെ തന്നെ, ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു മാത്രമല്ല, ഇന്ന് ഞാനിപ്പോ ഒരു 150 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുക. നാളെ ഇതേ 150 കൊണ്ട് ഞാൻ വേറെ പോയി കഴിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്റെ പോക്കറ്റിന് എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു റേറ്റ്, ഒരു വില പൊതുവായി നിശ്ചയിക്കേണ്ടത് ആവശ്യമല്ലേ? ആവശ്യമാണ്. ഇപ്പൊ നിലവിൽ ഗ്യാസിന് വില കൂടുതലാണ് എന്നാണ് ഒരു ഉചിതമായ ഒരു കാര്യം. അതെ. അപ്പൊ അത് ഗ്യാസിന് ഇത്ര വില കുറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ അതിലുപരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണ സാധനങ്ങൾ പല രീതിയിലും വിൽക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഒരിക്കലും അത് താങ്ങാൻ സാധിക്കുന്നില്ല. വില വിവര പട്ടിക സൂചിപ്പിക്കുക. അതെ, സർക്കാരിന്റെ അംഗീകാരത്തോടുള്ള ഒരേ സ്റ്റാൻഡേർഡ് കടകളിലെല്ലാം ഒരേ വിലയായിരിക്കും. അതെ, അത് നമ്മൾ ചെറിയ കടയായാലും വലിയ കടയായാലും ഓരോ വില കാണിക്കുക, ഒരേ വില. അതെ. പ്രധാനമായും തട്ടുകടയുടെ വില ആയിരിക്കില്ലല്ലോ മറ്റൊരു വാടക കൊടുത്ത് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷായി നടത്തുന്നത്. അപ്പൊ അത്തരം കടകളിൽ ഒരു വിലയും അതിന്റെ താഴെയുള്ള തലത്തിലുള്ള കടകളിൽ വേറൊരു വിലയും. ഇതിലെല്ലാം ഏകീകൃതമായിരിക്കണം. അതെ, എല്ലാം ഏകീകൃതമായാലാണ് നമ്മൾ സാധാരണക്കാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഞാനീ കുടിക്കുന്ന ചായക്ക് 12 രൂപയാണ്. മറ്റൊരു കടയിൽ ഇത് 14, 15, 18, 20 വരെ ആവാം. ഇങ്ങനെ വിലയിലെ ഈ ഏകീകൃത സ്വഭാവമില്ലായ്മയെ കുറിച്ചാണ് നമ്മൾ നാട്ടുകാരോട് അന്വേഷിച്ചത്. പക്ഷേ ഭൂരിഭാഗം പേരുടെ അഭിപ്രായം ഇതിന് ഒരു ഏകീകൃത സ്വഭാവം വരണം എന്ന് തന്നെയാണ്. ഔദ്യോഗിക അധികാരികൾ ഇതിൽ ഇടപെടും എന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം. താങ്ക് യു.